ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കിപ്പോൾ ന്യൂസൊക്കെ കിട്ടിയൊക്കെയാണ്. കാരണം നമ്മുടെ നാട്ടിലോട്ട് കുറച്ച് ഡൈനോസേഴ്സ് ഒക്കെ നമ്മുടെ ജൂറാസിക് പാർക്കിലോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ഡൈനോസർ ഹണ്ടിങ് നടത്താം. നമ്മുടെ നാട്ടിലിപ്പോൾ അറിയാമല്ലോ, ജൂറാസിക് പാർക്കിലെ കുഞ്ഞു ഡൈനോസറിന് വരെ ലക്ഷങ്ങളാണ് വില. അപ്പോൾ നമുക്ക് ഡൈനോസർ ഹണ്ടിങ് നടത്തിയാൽ എല്ലൊക്കെ നമുക്ക് എന്താണ് മ്യൂസിയത്തിൽ വിൽക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സുഗുണനെയും കൂടി കൂട്ടുന്നുണ്ട്. അവൻ ഇച്ചിരി അത്യാവശ്യം സയൻസൊക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അവനെ കൂട്ടി നമുക്ക് ഈസി ആയിട്ട് ഡൈനോസറിനെ പിടിക്കാം. ഇതാണെന്ന് തോന്നുന്നു അവൻ്റെ ഓഫീസ്. നമുക്ക് നോക്കാവേ. ഓക്കെ, അവിടെ സുഗുണ നിൽപ്പുണ്ട്. എടാ സുഗുണ, ഞാൻ വന്ന് ഓടോ ഫാങ്കിന് വാ. ഞാനിവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ ലീവ് എടുത്തേക്ക് വേണം, ഹാഫ് ഡേ കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടാക്കണം. ഓക്കേടാ സുഗുണ, നിൽക്കിയത്. അപ്പോൾ എന്താ പരിപാടി? എങ്ങനെയൊക്കെയാ പരിപാടി? നമ്മൾ എന്താ മയക്കുപടിയാണോ കൊല്ലുവോ? ഞാനിപ്പോൾ മിനി ഗണ്ണൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ട, മിനി ഗൺ വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം മിനി ഗൺ വെച്ച് ശിഷ്യെന്നൊക്കെ അത് തീരും. ടീറെക്സിനെ കിട്ടിയ പിന്നെ ഒരെണ്ണം മതി. മറ്റേ കുഞ്ഞ് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ബ്രഞ്ച് സോസ് ഒരെണ്ണത്തിൻ്റെ കഴുത്ത് മാത്രം നമുക്ക് എടുക്കാം. ഓക്കേടാ, ശരി. അപ്പോൾ നേരെ ജൂറാസിക് പാർക്ക്. അല്ല, നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ജൂറാസിക് പാർക്കിൽ ഡൈനോസർ ഹണ്ടിങ്ങിനാണോ പോണേ? അല്ലാതെ പിന്നെന്തോ നീ പിന്നെ ഇത്ര എന്തോ കേട്ടോണ്ടിരുന്ന? എടാ, ജൂറാസിക് പാർക്കിൽ ഇപ്പോൾ ഡൈനോസേഴ്സ് ഇല്ല. അതെന്താ അങ്ങനെ? പിന്നെ നീ എന്തോ പറഞ്ഞ ഡൈനോസേഴ്സ് ഉണ്ട്? നീയല്ലേ ഇതൊക്കെ പറഞ്ഞു തന്നെ? അയ്യോടാ, സോറി. അത് ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, ഇപ്പം ഏപ്രിൽ ഫൂളൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അയ്യോ, ഞാൻ അപ്പോൾ എന്താ കാരണം? എന്താ ഡൈനോസേഴ്സ് ഇല്ല? ഇന്നലെ മറ്റേ ഡൈനോസർ ഉണ്ടായിരുന്നതായിരുന്നു. എടാ, നീ ഇന്നലെ ദുബായി പോയിട്ട് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഉൾക്ക ഇടിച്ച കാര്യം നീ അറിഞ്ഞായിരുന്നോ ജൂറാസിക് പാർക്കിൽ? ഉൾക്ക? എന്തുൾക്ക? ആടാ, ഒരു ഉൾക്ക അടിച്ച് എല്ലാത്തിനും വംശനാശം സംഭവിച്ച്. അയ്യോ, ഇപ്പം നമ്മുടെ ജൂറാസിക് പാർക്കിൽ ഒരു ഡൈനോസർ കൂടി ഇല്ലേ? ഇല്ലടാ. അയ്യോ, ഇപ്പം നമ്മളെന്തോ ചെയ്യും? ചെയ്യാനാ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നേരെ വീട്ടിൽ പോവാം. അല്ലടാ, എന്തെങ്കിലും മുട്ട എന്തെങ്കിലും കിട്ടിയാലോ, അതെങ്കിലും എടുത്തോണ്ട് ബുൾസ അടിച്ച് തിന്നാം. പിന്നെ നീ ഇപ്പോൾ എന്താ ഡൈനോസറിൻ്റെ മുട്ട ഇത് ചെയ്യാൻ പോവല്ലേ? ശരി, നോക്ക്. ഓക്കേടാ, ശരി എന്നാൽ. ഓക്കേടാ, നീ ഇവിടെ വെളിയിൽ കാവൽ നിൽക്കുമല്ലോ, പോലീസുകാർ വല്ലതും വരുന്ന നോക്കിക്കോ. ശരിയോടാ. അല്ല, ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. അയ്യോ, അവൻ പറഞ്ഞ സത്യമായിരുന്ന. എടാ സുഗുണ, സത്യമാണല്ലോ. ആടോ, ഇതെന്താ സാധനം? ഇതെന്തോടെ ഇത് മുട്ട പോലെ ഉണ്ട്. നമ്മുടെ ജൂറാസിക് പാർക്കിൽ കോഴിമുട്ട പോലത്തെ മുട്ടയുണ്ട്. ഇവിടെ മൃഗങ്ങളിപ്പോൾ ഉണ്ട്. മറ്റേ ഡൈനോസേഴ്സാണ് വംശനാശം സംഭവിച്ചത്. അല്ല, ഇത് ഓസ്ട്രിച്ച് പോലും ഇത്രയും വലിയ മുട്ട ഇടത്തില്ലല്ലോ. എന്തെങ്കിലും കേട്ടോ, നമുക്കിത് ബുൾസൈ അടിക്കാം. എടാ, ഞാൻ ഈ സംഭവം കണ്ടുപിടിച്ച്. അതെടുത്തോട്ട് വാടാ, നമുക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്കിതെടുത്ത് തലയിൽ വെക്കാം ഫ്രണ്ട്സ്. ഗൈസ്, ഈ ഫ്രാങ്ക്ലിൻ എൻ്റെ കാര്യം പോകട്ടെ. ഇതിൽ ഭയങ്കര വെയിറ്റ് കേട്ടാ. ഇത് പൊക്കിക്കൊണ്ട് പോകുന്നൊരു പാടാണ്. തൽക്കാലം ഇതെങ്ങനെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണം. എടാ സുഗുണ, കണ്ടോ? എടാ ഫ്രാങ്കിനെ, ഇതിനും ഭേദം അത് വല്ലതും പൊട്ടിച്ച് ബുൾസയാക്കി കൊണ്ടുപോകുന്നതല്ലേ. ഒന്ന് പോയാടാ. ഇത് നമുക്ക് ബുൾസ അടിച്ച് പാർട്ടി വെക്കാം. ഓക്കേടാ, വാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആ മുട്ട അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ട്രക്കൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഈ സ്കൂട്ടറിൽ വെച്ച് എൻ്റെ അപ്പാച്ചിയിൽ കയറത്തില്ല. എടാ സുഗുണ, ഇതിപ്പോൾ ഗോൾ അടിച്ചല്ലോ. എടാ ഫ്രാങ്കിനെ, നീ ഒന്ന് മുട്ടയൊന്നും അടിച്ച് കഴിക്കില്ലേടാ. അത് നമുക്ക് കഴിച്ചാൽ നമ്മൾ ചത്തു. ഒന്ന് പോയാടാ, അവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എടാ, അത് ഓസ്ട്രിച്ചിൻ്റെ ആണെന്ന് തോന്നുന്നില്ല. ഓസ്ട്രിച്ചിൻ്റെയോ ചിലപ്പോൾ എമൂൻ്റെ ആയിരിക്കുമോ. എമൂൻ്റെ അല്ലാത്ത ശരി. എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇവിടെ ഇറക്കിക്കോ. ശരിയടാ. എന്തെങ്കിലും നിനക്ക് വല്ലതും എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ പറയണേടാ. ശരിയടാ, ശരി എന്നാൽ ബായ്. ബായ്ഡാ സുഗുണ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ സുഗുണം പോയേക്കാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ആ മുട്ട ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ എത്തിയെന്ന്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് അത് ബുൾസ അടിച്ച് തിന്നു നോക്കാം ഗൈസ്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നോക്കി നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അതിന് മുമ്പ് ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. കാരണം നമ്മുടെ സുഗുണൻ സയൻറ്റിസ്റ്റ് ഇപ്പം നമുക്ക് അയച്ച് തന്ന് മുട്ടയടിച്ച് കഴിച്ചോടാന്ന്. ഇത് കള്ളമാണോ സത്യമാണെന്ന് പറഞ്ഞൂടാ. നമുക്കപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്നും ഞാൻ കഴിക്കുന്നില്ല. ഇന്നിപ്പോൾ ഭയങ്കര ടയേർഡായി. കാരണം അവിടെ കുറേ നടന്നിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് ആ മുട്ടയൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കിടന്നുറങ്ങാം ഫ്രണ്ട്സ്. ഓക്കെ, ഞാൻ വീട്ടിലെത്തി കുളിച്ചും കഴിഞ്ഞു. അയ്യോ, ഞാൻ മുട്ടയുണ്ടോ നോക്കിയില്ല. എൻ്റെ അപ്പാച്ചി ഇവിടെ പാർക്ക് ചെയ്ത്. എൻ്റെ മോനെ, അതിന് ഇച്ചിരി കൂടി വലിപ്പം വെച്ചെന്ന് തോന്നുന്നല്ലോടെ. ഇല്ല, ഇത് സെയിം വലിപ്പമായിരുന്നു. മറ്റേ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് തോന്നിയത്. എൻ്റെ മോനെ, അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഒന്നും കൂടി നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ് മുട്ട. നാളെ ആകുമ്പോൾ നമുക്ക് മുട്ട ബുൾസ അടിക്കാനുള്ളതിനെ തയ്യാറായിരുന്നു. അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഇത് പൊട്ടുന്നില്ല. എൻ്റെ യജമാനൻ എന്തിയേ? അയ്യോ, എൻ്റെ അമ്മ എന്തിയേ? എൻ്റെ അച്ഛൻ എന്തിയേ? ഇത് പൊട്ടുന്നില്ലല്ലോ. പൊട്ട്. അയ്യോ, ഇത് എവിടെയാണ്? പൊട്ടുന്നത് തോന്നുന്നു.
ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ രാവിലെ ആയിട്ട് വർക്കൗട്ടൊക്കെ തുടങ്ങി. ഞാൻ ട്രെഡ്മില്ലിൽ ഓടുവാണോ ഇപ്പം തന്നെ കുറച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ഓടുവാണ്. ശരി ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വേഗം താഴെ പോയി നമ്മുടെ മുട്ട നോക്കാവേ. ഓക്കെ, ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ മുട്ടയിൽ എന്താണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് നമ്മുടെ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുപോകല്ലോ, നമുക്ക് നോക്കാവേ. അയ്യോ ഗൈസ്, പണി പാളി ഗൈസ്. അയ്യോ, എൻ്റെ ഇവിടുന്ന് മുട്ട എന്തിയേ? ആന മുട്ട എന്തിയേ ഗൈസ്? അയ്യോ, എൻ്റെ അപ്പാച്ചൻ്റെ അടുത്ത് വല്ലതും ഉണ്ട്. അല്ല, ഇതെന്ത് നിഴലടിക്കുന്നത്? നമ്മുടെ വീട് ഭയങ്കര ഇതായിട്ട്. അല്ല, ഇതെന്ത് ചോരയോ? അല്ല, ചോര മാഞ്ഞും പോയി. ഇവിടെ എന്താടേ? അയ്യോ, ഇത് ഭയങ്കര എന്തോടെ ഇത്? എന്തോ ഒരു സംഭവം നമ്മുടെ വീട്ടിൻ്റെ മണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ 330 വന്ന ജെറ്റ് പാക്കറിനെ വിളിക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് മേളിൽ പോയി നോക്കാം. കാരണം എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ മേളിൽ എന്തോ ഇങ്ങനെ നിഴലൊക്കെ പോലെ തോന്നുന്നു. എൻ്റെ വീടിൻ്റെ മേളിൽ ഞാൻ ഒന്നും വെക്കാതില്ല, TV തന്നെ വെക്കാത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് മേളിൽ പോയി നോക്കാവേ. ഇതെന്തത്? അയ്യോ, ഇതെന്തോ ഗൈസ്? ഡ്രാഗനോ? അവിടെ ഒരു മേളിലൊരു പെങ്കൊച്ച് നിൽക്കുന്നു. അല്ല, ഈ പെങ്കൊച്ചൊക്കെ ഈ ഡ്രാഗൻ എന്തിനാണ് ഇവിടെ വന്നേ? അയ്യോ, നമുക്കിവിടെ അയ്യോ ആ പെങ്കൊച്ചിനത് ചോദിച്ചു നോക്കാതെ. ചേച്ചി. ഓ, ഫ്രാങ്ക്ലിൻ, വളരെ നന്ദിയുണ്ട് എന്നെയും എൻ്റെ ഡ്രാഗനെയും ഫ്രീ ചെയ്തതിന്. ഐ മീൻ, നിങ്ങൾ എന്താണ് പറഞ്ഞു വന്നാൽ മനസ്സിലായില്ല. നിങ്ങൾ ഇന്നലെ മേടിച്ചു കൊണ്ട് വന്ന മുട്ടയില്ലേ അവിടെ ജുറാസിക് പാർക്കിന് അടുത്ത് കൊണ്ട് എന്ന്, അതിൽ നിന്ന് വന്നെയാണ് ഈ ഡ്രാഗൻ. അപ്പോൾ ഇത് കോഴിമുട്ട അല്ലാതെന്നാ? എടാ മണ്ടൻ ഫ്രാങ്ക്ലിനെ, ഇത്രയും വലിയ കോഴിമുട്ട നീ നിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോടാ? അയ്യോ, അപ്പോൾ ഇത് വെച്ച് എന്നെ ഒന്നും ചെയ്യില്ല കേട്ടാ. ഞാൻ ഇതിൻ്റെ ഓണറാണ്, നിനക്കിതിൽ കയറിയിരിക്കാം. ഇതിൻ്റെ അമ്മയുടെ ഓണറാണ് ഞാൻ. ഇതിനെ എത്രയോ നാൾ മുമ്പേ വംശനാശം സംഭവിച്ചപ്പോൾ മിസ്സായതാണ്. ഇപ്പോൾ ഇവിടെയുള്ള വാർത്ത കേട്ടിട്ട് ഞാനിവിടെ വന്നതാണ്. ഞങ്ങളെ ഇവിടുന്ന് പുറത്ത് വിടണം, കഷ്ടമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ നമ്പർ പിടിച്ചോളൂ. ആ നമ്പറൊക്കെ എടുക്കാൻ ഞാൻ ഇരുന്നോളൂ. അയ്യോ, ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് ഓടിക്കുന്നത്, അല്ലാതെ പിന്നെ താൻ ഓടിക്കുമോ? തനിക്കറിയാമോ ഓടിക്കാൻ? അയ്യോ, ഇത് ഭയങ്കര സ്പീഡ്. ചേച്ചി ഒന്ന് പതുക്കെ പോവും. ഒന്ന് മിണ്ടായിക്കട ചക്ക, ഇതിന് ഇങ്ങനെയൊക്കെ സ്പീഡുണ്ട്. അല്ല എടാ ടുട്ടു, ആ ഈന്തപ്പഴം തിന്നടാ. ശരി മാസ്റ്റർ. ആ, നല്ല രസമുണ്ട് തിന്നാൻ. ഇതിൻ്റെ പേര് ടുട്ടു എന്നാണ്. അപ്പം നിങ്ങൾ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുമോ? നിനക്ക് എപ്പോൾ ഹെൽപ്പ് വേണമെങ്കിലും ടുട്ടു എന്ന് വിളിച്ചാൽ മതി. ഇവൻ ടുട്ടു എന്ന് വരും. ആ ചേച്ചി, അപ്പോൾ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ടിറ്റീന്ന് വിളിച്ചാൽ ഞാൻ വരും. അല്ല ചേച്ചി എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? ഞാൻ ആ വില്ലേജിലാണ് താമസിക്കുന്നത്. ജുറാസിക് പാർക്കിൽ ഇവനെ ഞാൻ വളർത്തുന്നതൊക്കെ ഞാനാ. പക്ഷെ എന്നെ പോലീസുകാർ പിടിച്ചിട്ട് ഡൈനോസറിനെയൊക്കെ വളർത്തുന്നതിന്. ഇതറിഞ്ഞപ്പോൾ ഞാൻ ജയിലിൽ ചാടിയാണ് വന്നത്. ഞങ്ങളെ പുറത്ത് വിടണം ഫ്രാങ്ക്ലിൻ. അയ്യോ, ഞാൻ വിടാം, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോ. ഫ്രാങ്ക്ലിൻ, ഇത്രയും കറങ്ങിയത് മതിയോ? ഇനി ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. ആ ചേച്ചി, മതി, എനിക്കിനി വേറെ പണിയൊക്കെ ഉള്ളയാ. അപ്പോൾ ടുട്ടു ബായ് കേട്ടാ. നിന്നെ രക്ഷിച്ചതിൻ്റെ ഒരു നന്ദിയൊക്കെ കാണിക്കണം. അത് ചേട്ടാ എപ്പോഴും ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ ടുട്ടുവിനപ്പോൾ ഇവിടാണോ ഇറങ്ങണ്ടേ? അതെ, ഇവിടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ടുട്ടു ബായ് ചേട്ടാ. അയ്യോ എൻ്റെ പോലെ. അയ്യോ ഫ്രാങ്ക്ലിൻ, എന്തെങ്കിലും പറ്റുമോ? ഇല്ല, ഞാൻ ഈന്തപ്പഴം കഴിച്ചിട്ടാ. ഈന്തപ്പഴം കഴിച്ചൊന്നും പറ്റത്തില്ല. അപ്പോൾ ടുട്ടി ചേച്ചി ബായ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് ഇരിക്കണം. അതെ, ഞാൻ കുറച്ചും കഴിഞ്ഞ് വില്ലേജിൽ പോകും. ഇവനുള്ള ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരി ചേച്ചി, ഞാൻ പോവാണ്. ശരിയിടാ. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്, ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ കമൻറ്റും ചെയ്തത്. അതെ ഫ്രണ്ട്സ്, ഈ എന്നെ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്കും കൂടി ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തത്. അതെ ഫ്രണ്ട്സ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്ത്, ഈ ടുട്ടൂനെയും ടൂട്ടി ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റും കൂടി ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്കും കൂടി കൊടുത്തേര്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.